ഈ വിഷയത്തിൽ വീണ വിജയൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതുണ്ട്. ഒറ്റ വഴിയേ ഉള്ളൂ. അത് എന്ത് സേവനം നൽകി എന്നുള്ളത് വീണ വിജയൻ കോടതിക്ക് മുമ്പിൽ തെളിയിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, SFIയുടെ കുറ്റപത്രം അനുസരിച്ച് 1.25 കോടിയുടെ എക്സാലോജിക് പണമിടപാട് മാത്രമല്ല, CMRLന്റെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള എംപവർ ഇന്ത്യയിൽ നിന്ന് ഈടോ പലിശയോ കൂടാതെ 77 ലക്ഷം രൂപ കൂടി വീണയുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. അക്കാര്യത്തിലും എന്ത് സേവനം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ പണമിടപാട് നടന്നത് എന്നുള്ള കാര്യം വീണ വ്യക്തമാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്ന് കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം മാധ്യമങ്ങളോടല്ല വിശദീകരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു കാര്യവും മുഖ്യമന്ത്രി മാധ്യമങ്ങളോടല്ല വിശദീകരിക്കുന്നത്, മാധ്യമങ്ങളിലൂടെ ജനങ്ങളോടാണ് വിശദീകരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ അതിൻ്റെ വസ്തുത അറിയിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോടതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കട്ടെ, അവിടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊള്ളാം എന്ന നിലപാട് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ പിണറായി വിജയനെയും CPMനെയും BJP ലക്ഷ്യം വെക്കുന്നു അഥവാ കേന്ദ്ര ഏജൻസികളിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുന്നതിന് എനിക്കുള്ള കാരണം, BJPയെ സംബന്ധിച്ചിടത്തോളം BJP വലിയ പ്രതീക്ഷ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെച്ചു പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. ആ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ പദ്ധതികളാണ് BJPക്കുള്ളത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വലിയ മുന്നേറ്റം, വലിയ പ്രതീക്ഷ ഈ സംസ്ഥാനത്ത് വെച്ചു പുലർത്താൻ അവർക്കൊരു അടിസ്ഥാനമാകുന്നു.